യെശയ്യാ 51 രണ്ടാമത്തെ വാക്യം. Isaiah chapter 51 verse 2. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച്. അബ്രഹാമിനെ എങ്ങനെയാ വിളിച്ചേ? ഏകനായി വിളിച്ചു. നിങ്ങളെ പലരെ പോലെ ഒറ്റയ്ക്ക് അബ്രഹാം ഇറങ്ങി. നിങ്ങളെ പോലെയാണ് അബ്രഹാമിനെ വിളിച്ചു. In the same way Abraham was also called. പക്ഷേ വിളിച്ചാൽ ദൈവം രണ്ട് കാര്യം കൂടെ ചെയ്യും. If he has called, God will do two more things. എത്ര പേരെ ദൈവം വിളിച്ചെന്ന് ഉറപ്പുണ്ട്? How many of you have the assurance that God called you? അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവം എന്നാ ചെയ്തേ? Do you know what God did to Abraham when he was called out? അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. He was but one. He was mightily blessed and he was multiplied. വിളിച്ചു, അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. ഒന്നുകൂടെ വിളിച്ചു, called, അനുഗ്രഹിച്ചു, blessed, വർദ്ധിപ്പിച്ചു, multiplied. വിളിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിരിക്കും. If he has called you, he will bless you. അതിനകത്ത് എത്ര മന്ത്രവാദികൾ മന്ത്രവാദം ചെയ്താലും, എത്ര അസൂയക്കാർ എഴുന്നേറ്റാലും, നിന്നെ അവൻ വിളിച്ചാൽ അനുഗ്രഹിച്ചിരിക്കും. If he has called you, he will surely bless you. അനുഗ്രഹിച്ചാൽ വർദ്ധിപ്പിക്കും. If he has blessed you, he will multiply. വിളിച്ചു, called, അനുഗ്രഹിച്ചു, blessed, multiply. എഫെസ്യർ 1:3 വിളിച്ചവരെ കുറിച്ച് പറയുന്ന സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. Ephesians chapter 1 verse 3 say that all the blessings of heaven has been blessed on you. അനുഗ്രഹിച്ചാൽ വർധന ഉറപ്പാണ്. If you have been blessed, you will be multiplied. ഒരു ചെറിയ കൂരക്കകത്തായിരിക്കാം ഇന്ന് പകൽ നീ പാർക്കുന്നേ, പക്ഷെ നാട്ടുകാര് തിരിച്ചറിയത്തക്ക രീതിയിൽ അവൻ നിന്നെ വർദ്ധിപ്പിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ അനുഗ്രഹിക്കും. അവൻ നിന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല വർദ്ധിപ്പിക്കും. Bible says to the north, to the south, to the east, to the west, you shall expand. He has called you, he will bless you and he will multiply you. നീ വർദ്ധിക്കും. I don't know. God is telling me to tell you that you are going to be multiplied. നീ എവിടെ വർദ്ധിച്ചെന്ന് നിനക്കറിയാമോ? ക്ഷാമകാലത്ത്. ഏതു ദേശത്ത്? ശത്രു ദേശത്ത്. ശത്രുവിന്റെ ദേശമാണേലും സീസൺ ക്ഷാമമാണേലും നീ വർദ്ധിക്കുമെങ്കിൽ പഴയ നിയമത്തിൽ ഒരു ഭക്തനെ ദൈവം അങ്ങനെ അനുഗ്രഹിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിന്റെ രക്തത്താൽ മക്കളാക്കി മാറ്റിയ നിന്നെ അവൻ വർദ്ധിപ്പിക്കും. Ask Isaac, where will he multiply? Isaac will say, in the land of my enemy, in the time when there is famine, God has multiplied me. If that is the case, in the Old Testament time when we were just slaves, but in the New Testament we are children, so how much more God shall